നമുക്കറിയാം, നമ്മുടെ കൈവശമുള്ള പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ആയിരിക്കണം. പ്രധാനമായും സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയായിരുന്നു പാൻ കാർഡ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനനത്തീയതി തെളിയിക്കുന്നതടക്കമുള്ള തിരിച്ചറിയൽ രേഖയായും ഉപയോഗിക്കാം. 2023 ജൂലൈ 1 മുമ്പ് 1000 രൂപ ഫൈൻ അടച്ചുകൊണ്ട് പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കണമെന്ന് ഇൻകം ടാക്സ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴും പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകൾ ഇനി എന്തു ചെയ്യും? ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ ഇപ്പോൾ അസാധുവായിട്ടുണ്ടോ? ഇനിയും ലിങ്ക് ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് പലരുടെയും സംശയം. 2-3 വർഷം മുമ്പ് സൗജന്യമായി തന്നെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാനുള്ള അവസരം ഇൻകം ടാക്സ് വകുപ്പ് നൽകിയിരുന്നു. ഇത് പക്ഷേ നേരാവണ്ണം ജനങ്ങൾക്കിടയിൽ എത്തിയിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം വേണ്ട രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചില്ല എന്ന് വേണം പറയാൻ. 2022 ജൂലൈ 30 വരെ 500 രൂപയായിരുന്നു ഫൈന്. 1000 രൂപ പിഴയിലെത്തിയപ്പോഴും അറിയാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. 1000 രൂപ പിഴ എന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ ബാധ്യതയായി മാറുകയും ചെയ്തു. 2017 ജൂലൈ 1 മുമ്പ് പാൻ കാർഡായിട്ടുള്ള ആളുകൾക്കാണ് ഫൈൻ അടച്ചുകൊണ്ട് ലിങ്ക് ചെയ്യേണ്ടതായി വരുന്നത്. പുതുതായി പാൻ കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ലിങ്ക് ചെയ്യേണ്ടതില്ല. ഓൾറെഡി ആധാറുമായി ലിങ്ക്ഡ് ആയിരിക്കും. നിലവിൽ നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. 2023 ജൂൺ 30 ശേഷം ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം. പലർക്കും ബാങ്കിൽ നിന്ന് അറിയിപ്പ് വന്നു കഴിഞ്ഞു. ITR ഫയൽ ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നില്ല. ബാങ്ക് ഫൈനാൻസ് ഇടപാടുകൾക്ക് തടസ്സങ്ങൾ നേരിടുന്നു. ഇങ്ങനെ പാൻ കാർഡ് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിലായിരിക്കും ഇക്കാര്യം തിരിച്ചറിയുക. അപ്പോൾ ഇനിയും ലിങ്ക് ചെയ്യാത്ത ആളുകൾ എന്തു ചെയ്യും? തീർച്ചയായും അത്തരം ആളുകൾ തൽക്കാലം പ്രയാസപ്പെടേണ്ടതില്ല. 1000 രൂപ ഫൈൻ അടച്ചുകൊണ്ട് ലിങ്ക് ചെയ്യാനുള്ള അവസരം ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പല കോണിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ അതിനെക്കുറിച്ച് പുതിയ അപ്ഡേഷൻ ഒന്നും വന്ന് കാണുന്നില്ല. എന്തു തന്നെയായാലും ഇനിയും ലിങ്ക് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. വരും നാളുകളിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. മാത്രവുമല്ല, നാളെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് പാൻ കാർഡ് ലിങ്ക് അല്ല അല്ലെങ്കിൽ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്റ്റീവാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ അവസരം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് സ്വന്തമായോ അടുത്തുള്ള CSC ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ ലിങ്ക് ചെയ്യാവുന്നതാണ്. സ്വന്തമായി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ നടപടിക്രമങ്ങളും വളരെ കൃത്യമായി തന്നെ ചെയ്യുക. മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും റീഫണ്ട് തരില്ല. അതുകൊണ്ട് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇത് കൃത്യമായി ചെയ്യുന്ന അടുത്തുള്ള ഓൺലൈൻ സ്ഥാപനത്തെ സമീപിക്കുക. അതുമല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലിങ്ക് ചെയ്ത് നൽകുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആധാർ കാർഡിലെയും പാൻ കാർഡിലെയും പേര്, ജനനത്തീയതി, ജെൻഡർ എന്നീ വിവരങ്ങൾ ഒരുപോലെ ആയിരിക്കണം. ഇവ തമ്മിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഫൈൻ അടച്ചതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. ആധാറുമായി ലിങ്ക് ആയതിനു ശേഷം ഇൻആക്റ്റീവായ പാൻ കാർഡ് ആക്റ്റീവ് ആവാൻ ചിലപ്പോൾ 1 മാസം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മുമ്പിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.